ഹായ് എവറി വൺ നമ്മൾ 100K ആയ വീഡിയോ ഇട്ടതിന് ശേഷം ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ 100K ആയതിൻ്റെ ഹാപ്പിനെസ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പങ്കാളികളാണോ എന്നുള്ളത് നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം അല്ലേ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും ഫോണ്ടിന് വർക്ക് ചെയ്യാലും എന്തായാലും നമ്മളിപ്പോൾ ഒരു പെയിൻറ്റിങ് വരക്കുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും അതിൻ്റെ കണ്ണിലാണ് ആ കറക്റ്റ് അതിൻ്റെ പൂർണ്ണമായ ആ ഒരു ഭംഗി എന്ന് പറയുന്നില്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫോണ്ടൻ ഡിസൈൻസിൽ പല മറ്റുള്ള ഡിസൈൻസും ഫേസ് അതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലുള്ള കണ്ണിലാണ് ആ ഒരു ഫുൾ ഫോണ്ടൻ ഡിസൈനിന് തന്നെ മാറ്റം വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂണിക്കോൺ തീമിൽ, യൂണിക്കോണിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഞാൻ ആ കണ്ണിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെറുങ്ങനെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മളിപ്പോൾ ഇതുപോലെയുള്ള ടെഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈന്, ചിത്രമായിക്കോട്ടെ ഫോണ്ടൻ വർക്ക് ആയിക്കോട്ടെ, അതിൻ്റെ കണ്ണിലുള്ള കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിയിലല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ക്രൂരമായിട്ട് നോക്കുന്ന രീതിയിലാവാം, ഭയങ്കര ഹെവി ഹാർഡായിട്ടുള്ള ആ ഒരു ഫേസ് ആവാം. കണ്ണിലുള്ള ആ ഒരു ഡിഫറെൻ്റാണ് അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കിലേക്ക് മാറ്റുന്നത്. അത് ഒരു ക്യൂട്ട്നെസ്സും ഒരു ഗാംഭീര്യമുള്ള രീതിയും ഒക്കെ മാറ്റി തീർക്കുന്നത് നമ്മുടെ ആ കണ്ണിലും ആ ഫേസിൻ്റെ ആ ഒരു ചിക്സിലുമാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിക്ക് പോകുന്നതും ഒരു ഫോണ്ടൻ ഡിസൈനാണ്. പക്ഷെ വലിയ രീതിയിലുള്ള ഡിസൈൻസ് അല്ല, പക്ഷേ നമ്മൾ അതിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ നമ്മൾ ഫോണ്ടൻസ് വരുന്നത്, ഡിസൈൻസ് വരുന്നത്. അപ്പോൾ ഫോണ്ടൻ്റ് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അത് യൂസ് ചെയ്യുന്ന സമയത്ത് മെൽട്ടായി പോകുന്നു, ഭയങ്കര ഹാർഡായി പോകുന്നു, അല്ലെങ്കിൽ സെറ്റാക്കി എല്ലാം വെച്ച് കേക്കിലേക്ക് വെക്കുന്ന സമയത്ത് അത് മെൽട്ടായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു, അല്ലെങ്കിൽ കേക്കിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കളേഴ്സൊക്കെ സ്പ്രെഡായി പോകുന്നു. കാരണം ഫോണ്ടൻസ് ഡിസൈൻസ് എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളല്ല, നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ കൈച്ചൂട്, ഇപ്പോൾ കയ്യിലിട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈച്ചൂട് കൂടുതലാണെങ്കിലും ആ ഒരു ഫോണ്ടൻ്റെ ഡെക്കറേഷൻസും ഡിസൈൻസും ഒക്കെ കൊളാവാൻ ചാൻസ് കൂടുതലാണ്. കാരണം കൈച്ചൂട് തട്ടിയിട്ട് അത് നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് അതിൽ ആ ഒരു ചെറിയൊരു ഈർപ്പം തട്ടിയിട്ടുണ്ടാവാം. അങ്ങനെയും ചില ആൾക്കാർക്ക് വരാറുണ്ട് കേട്ടോ. അപ്പം നമ്മളിന്ന് ഈ ഒരു രീതിയിൽ ഹാർട്ട് ഷേപ്പിൻ്റെ കട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ 2 തരത്തിൽ റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് ഞാൻ വലിയ സ്റ്റാർ നോസിലിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് 2 ഇത് കട്ട് ചെയ്തെടുത്തു, കണ്ണിൻ്റെ വൈറ്റ് പോർഷൻസിന് വേണ്ടിയിട്ട്. ഇനി ബ്ലാക്ക് പോർഷൻസിന് വേണ്ടിയിട്ട് ചെറിയ നോസിൽ കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ. ചെറുത് ഒന്ന് വലിയതും ഒന്ന് ചെറുതും. കാരണം ഈ കട്ടിങ്സ് ആ വൈറ്റ് പോർഷന് ഒരുപാട് വരാൻ പാടില്ല. വൈറ്റും ബ്ലാക്കും ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരാൻ പറ്റുള്ളൂ. എങ്കിലേ ആ ഒരു ക്യൂട്ട്നെസ് കറക്റ്റ് കിട്ടും. അല്ലാതെ ബ്ലാക്ക് കുറച്ചും കൂടെ ചെറുതാകുന്ന സമയത്ത് കുറച്ചൊരു വ്യത്യാസം വരും. അപ്പം എനിക്ക് മനസ്സിലായതും ഞാൻ ചെയ്യുന്നതുമായുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ട് തരാറുള്ളത്. അപ്പം നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കണ്ണിന് ഒരു ഒറിജിനാലിറ്റി വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഫോണ്ടൻ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ടും പിന്നെ ചില സമയത്ത് മഴക്കാലത്തും ഈർപ്പം തട്ടിയിട്ടും മെൽട്ടായി പോകുന്ന ടെൻഡൻസി ഉണ്ട്. ഇപ്പം നല്ല ചൂടാണ്, അതുകൊണ്ട് ക്രീം പോലും ഭയങ്കരമായിട്ട് ലൂസായിട്ട് ഫ്ലവേഴ്സൊക്കെ വരക്കാൻ പറ്റുന്നില്ല. കുറച്ചധികം കമൻസ് ഇപ്പം വരാറുണ്ട്, ഇപ്പം വല്ലാതെ ഫ്ലവേഴ്സ് വരക്കാൻ ഒട്ടും പറ്റുന്നില്ല. അതിപ്പോൾ ഈ ഒരു റൂം ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന, ഹൈ ആയിട്ട് നിൽക്കുന്ന ടൈം ആയതുകൊണ്ടാണ് കൂടുതലും വരുന്നത്. പിന്നെ നിങ്ങളുടെ ബീറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടും വരാം കേട്ടോ. അപ്പോൾ കുറച്ചധികം കമൻസ് വരുന്നതുകൊണ്ടാണ് അത് നമ്മൾ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ ബേക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. പിന്നെ നമ്മൾ പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ ചൂട് സമയത്ത് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ക്രീമിൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചൂട് നമ്മുടെ ക്രീമിലേക്ക് തട്ടുന്നതിന് മുൻപ് തന്നെ ബീറ്റ് ചെയ്തെടുക്കാനും ആ ക്രീമിലേക്ക് തണുപ്പ് കുറയാൻ മുൻപേ, തണുപ്പ് പോകാൻ മുൻപേ ക്രീം ബീറ്റ് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്നതും നമ്മളെ ഫോണ്ടന് യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് ടൂൾസും കാര്യങ്ങളുണ്ട്. അതൊക്കെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം
നമ്മളിതുപോലെ നേർത്ത രീതിയിൽ ബ്ലാക്ക് ചെയ്തിട്ട് അത് ഒരു രീതിയിൽ ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു വി ഷേപ്പ്, ഒരു ഹാർട്ട് ഷേപ്പും പോലെയും വി ഷേപ്പ് പോലെയാണ് ആ ഒരു മൂക്കിൻ്റെ ഭാഗത്തുള്ള സംഭവം ശരിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ഒരു ലൈൻസ് വെക്കുന്നതിൻ്റെ രീതി മാറിയാൽ പോലും അതിൻ്റെ ഭംഗി മാറിപ്പോകും. അപ്പോൾ ഈ ഒരു കേക്കിന് പിന്നിലും ഒരു കഥയുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു കേക്ക് ഓർഡർ വന്നിട്ടുള്ളത് രാജസ്ഥാനിൽ നിന്നാണ്. ആദ്യം രാജസ്ഥാൻ എന്നൊക്കെ കേട്ട സമയത്ത് എനിക്ക് ചെറിയൊരു നെഗറ്റീവ് ഫീല് വന്നിട്ടുണ്ടായിരുന്നു. കാരണം മുൻപ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പുറമേ നിന്നും ആൾക്കാർ ഓർഡേഴ്സ് ചെയ്യും, എന്നിട്ട് കുറച്ച് ക്യാഷ് തട്ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ കുറേ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ചെറിയൊരു ഡൗട്ട്സ് അടിച്ചു. പിന്നെ എൻ്റെ അടുത്ത് വന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു ഓർഡർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ആൾ രാജസ്ഥാനിലാണ്, കറക്റ്റ് ആണെന്ന് തോന്നുന്നു, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് പകുതി വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ അവരുമായിട്ട് ചാറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് കുഴപ്പമില്ല, ആൾ രാജസ്ഥാനിലാണ്, പക്ഷെ കറങ്ങി തിരിഞ്ഞ് ഈ ഒരു കേക്ക് കൊടുത്തത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെ, അതായത് എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് കുറച്ച് പോയാൽ തന്നെ എത്താവുന്ന ദൂരത്തുള്ള സ്ഥലത്ത് തന്നെയാണ് ഓർഡർ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതായത് രാജസ്ഥാനിൽ നിന്ന് ഓർഡർ ചെയ്തു, അത് കൊടുത്തത് പറഞ്ഞ് അവർ ഏകദേശം ഒരു സ്ഥലം പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ച് നോക്കുമ്പോഴേക്കും എൻ്റെ നാട്ടിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഫീഡ്ബാക്ക് മാഷാല്ലാ നല്ല ഫീഡ്ബാക്കാണ്. അവർ കസ്റ്റമൈസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണ്, അവർക്ക് നല്ല ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് മാഷാല്ലാ. ഇനി ഒരുപാട് ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു കസ്റ്റമർ ലാസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സും ഓരോ രീതിയിലാണ് ഡിസൈൻ പറയുക. ആദ്യം ഇവർ വേറൊരു തീമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ അത് അവർ പറഞ്ഞ ഡേറ്റിനേക്ക്, കാരണം പെട്ടെന്ന് പറഞ്ഞ സാധനം ആയതുകൊണ്ട് അത് പ്രിൻറ്റും കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവായിരുന്നു. കാരണം ഷോപ്പൊക്കെ ക്ലോസ് ആയിരുന്നു. പിന്നെ വേറൊരു ഷോപ്പിൽ അതിൻ്റെ പ്രൊസീജിയറൊക്കെ ഇല്ല, കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് അത് കിട്ടാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് കാര്യം പറഞ്ഞു, ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളും കിട്ടാൻ ചാൻസ് കുറവാണ്, അങ്ങനെ പെട്ടെന്നായതുകൊണ്ട് കിട്ടാൻ ചാൻസ് കുറവാണ്, 1-2 ദിവസം മുൻപാണ് പറഞ്ഞിരുന്നെങ്കിൽ അതെങ്ങനെയെങ്കിലായിട്ട് നമുക്ക് ഒപ്പിക്കായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഫോണ്ടന്റിൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോസ്റ്റ് ആവും അവരാ പറഞ്ഞ തീം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തീം വിട്ടുപിടിച്ചിട്ട് പിന്നെ വേറൊരു തീമിലേക്ക് പറഞ്ഞു. പിന്നെ അവർ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടിക്കുള്ളതാണ്, അതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ട് നല്ല അവരെ ഒന്ന് അട്രാക്റ്റീവ് ആക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ചെവിക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട് ഫോണ്ടൻ്റ് കുഴച്ചു, ഒരു മുട്ടയുടെ ഷേപ്പും പിന്നെ ആ ഒരു ഇയർ അറിയാലോ ചെവിയുടെ ആ അറ്റം ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മളിതാ ചെയ്ത് ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നമ്മളിത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ആ ഒരു സെൻറ്ററിൽ കുറച്ചും കൂടെ കുഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കസ്റ്റമറുടെ അടുത്ത് നിന്നും എന്തായാലും കിട്ടും. കാരണം നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ സിമ്പിളായിട്ട് അങ്ങ് ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് കൂട്ടിയിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഭംഗി കിട്ടില്ല. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ആക്കിയിട്ട് ഡ്രൈ ആക്കി. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേര് എഴുതുന്ന കയ്യിൽ ടച്ചായിട്ട് സ്പ്രെഡായി പോകുന്നു, അങ്ങനെ ആവാതിരിക്കാനുള്ള വഴിയാണ് പേരെഴുതി കഴിഞ്ഞിട്ട് കോൺഫ്ലവർ ജസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ആ പേര് അവിടെ സേഫ് ആയിക്കോളും. പിന്നെ അത് അങ്ങനെ സ്പ്രെഡായി പോകുമോ അല്ലെങ്കിൽ സ്മജ്ജായി പോകുമോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചേക്ക് കേട്ടോ. അപ്പോൾ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1 kg ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചോക്ലേറ്റ് ഷഫിൾ അങ്ങനെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എപ്പോഴും ചോക്ലേറ്റിനോടാണ് താല്പര്യം ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഞാനിത് സ്ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ പുറത്തോട്ടേക്ക് ചെറുതായിട്ട് ബൾജ് ചെയ്തത്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ബൾജ് ചെയ്തത് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് സെക്കൻഡ് ഐസിങ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പാടുപെടുത്തുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മളിത് കട്ട് ചെയ്ത് കളയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പല ബിഗിനേഴ്സും വരുന്ന പ്രോബ്ലംസ് ഇതാണ്, ക്രംസ് പുറത്തോട്ടേക്ക് ചാടുന്നു, അല്ലെങ്കിൽ എത്ര ഐസിങ് ചെയ്തിട്ടും കേക്ക് പുറത്തോട്ട് കാണുന്നു, ഓരോ ലൈൻസ് ആയിട്ട് കാണുന്നു, ആ ഒരു ഭംഗി കേട് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പം യെല്ലോ കളറാണ് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുത്തത്. ജെൽ കളേഴ്സ് ഷെഫ് മാസ്റ്ററിൻ്റെ ഗോൾഡൻ യെല്ലോ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഏത് യെല്ലോ ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ഗോൾഡൻ യെല്ലോ ആണ് കൊടുത്തിട്ടുള്ളത്. പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്തു. എന്നിട്ട് ഇതാ സ്ക്രീപ്പർ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും തെറ്റാറുള്ള ഒരു കാര്യം, കേക്കിൻ്റെ താഴ്ഭാഗത്ത് നല്ല വീതി ഉണ്ടാവും, മുകൾ ഭാഗത്ത് വീതി കുറഞ്ഞിട്ട് ഒരുമാതിരി ഷേപ്പിലാണ് പല ആൾക്കാരും കേക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറേ കമൻസ് വരുന്നുണ്ട്, കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, ബേക്കിംഗ് ക്ലാസ്സിലായിക്കോട്ടെ സ്റ്റുഡൻസ് ചോദിക്കുന്നതാണ്, എനിക്ക് താഴെ ഭയങ്കര വീതി മുകളിൽ വീതി കുറഞ്ഞിട്ടാണ് വരുന്നത്, അത് നമ്മുടെ സ്ക്രീപ്പറിൻ്റെ പിടുത്തം ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ സ്ക്രീപ്പറിൻ്റെ പിടുത്തം മാത്രമല്ല സ്പഞ്ച് വെക്കുന്ന ലെവലും കറക്റ്റ് അല്ലെങ്കിലും ആ ഒരു പ്രോബ്ലംസ് വരും കേട്ടോ. പിന്നെ ഞാനിത് ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഫുൾ ലൈൻസ് കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മൾക്ക് കസ്റ്റമർ പറഞ്ഞ രീതിയിലാകുമ്പോൾ ആ ഒരു ഡിസൈൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വൈറ്റ് നേരത്തെ ചെയ്തിട്ടുള്ള കളർ ക്രീമിൻ്റെത്തേക്ക് കുറച്ചും കൂടി ക്രീം ചേർത്ത് കുറച്ച് ഗനാഷും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു കളർ ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രൗൺ കളർ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ ഗനാഷ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ബാക്കി വന്ന യെല്ലോയിൽ തന്നെയാണ് ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് കളർ നമ്മൾ ക്രീം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിവിടെ ഗ്രാസ് നോസിൽ വെച്ചിട്ട് ഒരേ അളവിൽ നമ്മൾ ആ ഒരു പ്രസ്സിങ്ങും വലിക്കുന്നതും അളവ് കൃത്യമാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിന്നോളും. ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം, ഓവർ ലൂസോ ഓവർ സ്റ്റിഫോ ആവാൻ പാടില്ല. അപ്പോൾ ഇതേതാ തീമെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവാം. നമ്മളിപ്പം രാജസ്ഥാനിൽ നിന്നും സിംഹത്തിൻ്റെ ഒരു ചിത്രമായിട്ടുള്ള ആ ഒരു തീമാണ്, ആ ഒരു തീമിലൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സിംഹത്തിൻ്റെ ആ ഒരു തടിയും മുടിയും ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വലിച്ചെടുക്കുക. പിന്നെ ഈ ഒരു വലിക്കുന്ന സമയത്ത് ഒരുപാട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും, ആ ഒരു കേക്കിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കും. ആ ഒരു രീതിയിലാവരുത്, അളവ് കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ രീതിയിലും രണ്ടാമത്തെ ലെയറായിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്, അതായത് കുറച്ച് തിക്നെസ്സിൽ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് ട്രഫിൾ ആ ഒരു രീതിയിലാണ്. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു യെല്ലോ ഷെഫ് മാസ്റ്ററിൻ്റെ ആണ്. പിന്നെ യൂസ് ചെയ്തിട്ടുള്ള നോസിൽ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു കുഞ്ഞ് സ്റ്റാർ നോസിൽ വെച്ചിട്ട് സൈഡിൽ താഴെ കൊടുക്കുന്നുണ്ട്, പിന്നെ മുകളിൽ ഗ്രാസ് നോസിൽ. അപ്പോൾ ഇതെല്ലാം സംശയങ്ങളായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞു തരുന്നത് കേട്ടോ. 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് 1 kg ആണ് കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ കുഞ്ഞ് സ്റ്റാർ നോസിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ചും കൂടെ ക്യൂട്ട്നെസ്സും ആ ഒരു ബേസിൽ കുറച്ചും കൂടെ സ്പേസും ഉണ്ടാവും. വലിയ നോസിലാവുമ്പം സ്പേസ് കുറയും, ഭയങ്കര ഹെവി ആയിട്ട് അങ്ങ് കാണുന്ന രീതിയിലാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഭംഗി കുറയും. അപ്പോൾ നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പിൽ ചെയ്തിട്ടുള്ള സാധനങ്ങൾ എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. നമ്മുടെ പേരും ആദ്യം തന്നെ ഞാൻ സെറ്റാക്കി, കാരണം ആ ഒരു ചുറ്റുമുള്ള ബോർഡർ വരക്കേണ്ടതുകൊണ്ട് ആ ബോർഡറിന് പേരിനൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ബോർഡർ വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പ് വെച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കണ്ണുകൾ കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കെല്ലാം ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരാവശ്യമുള്ളൂ. നമ്മൾ കേക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ടൈമും നമ്മുടെ എഫേർട്ടും കൂടുതൽ കൊടുക്കേണ്ടത് ഫോണ്ടൻ ഡിസൈൻസിനാണ്. ഇത് സിമ്പിളായിട്ട് ഡിസൈനാണ്. അപ്പോൾ ഫോണ്ടൻ ഡിസൈൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം അത് കേക്കിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്തും കേക്കിൽ നിന്ന് എടുത്ത് വെച്ച് കുറച്ച് കഴിയുമ്പോഴും അത് മെൽട്ടായി പോകുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഫോണ്ടൻറ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ബിഗിനേഴ്സിന് അതൊക്കെ വലിയ കാര്യങ്ങളാവും കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു യെല്ലോ കളറിലെ ചെവിയും കാര്യങ്ങളും കുത്തി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.